ലല്ലുമോൾക്ക് ഹോംവർക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് സീത ഹാളിലിരിക്കുകയാണ്. ഇടയ്ക്കിടെ അവളുടെ കണ്ണുകൾ ചുവരിലെ ക്ലോക്കിലേക്ക് നേരെ നീളുന്നുണ്ട്. വൈകുന്നേരം ഹരിയുടെ കൂടെ ഇറങ്ങിപ്പോയ ഒരുവൻ ഇന്നേരം വരെയും തിരികെ വന്നിട്ടില്ല. മനസ്സിൽ വല്ലാത്തൊരു പിടിവലി നടക്കുന്നുണ്ട്. ഹരി അവനോട് സംസാരിക്കാമെന്ന് പറഞ്ഞത് ആശ്വാസം പകരുന്നുവെങ്കിലും കാരണമൊന്നും അറിയാത്തൊരു വിങ്ങലുണ്ട് ഉള്ളു നിറയെ. ചിറ്റ എന്താ ആലോചിച്ചിരിക്കുന്നേ? ഞാനിത് എഴുതി തീർന്നു. ലല്ലുമോളാണ്. സീതയുടെ കണ്ണുകൾ അവൾക്ക് നേരെയായി. വെരി ഗുഡ്, എൻ്റെ ലല്ലൂസ് ഗുഡ് ഗേൾ ആണല്ലോ. ഇനി പോയിട്ട് അമ്മയോട് ചോറ് തരാൻ പറ. എഴുതി തീർന്നു. ലല്ലുവിൻ്റെ താടിയിൽ പിടിച്ച് കൊഞ്ചിക്കൊണ്ട് സീത പറഞ്ഞു. ലല്ലുവിൻ്റെ കുഞ്ഞു മുഖം നിറയെ സന്തോഷമാണ്. അവൾ തലയാട്ടിക്കൊണ്ട് സീതയെ നോക്കി. പിന്നെ ചാടി ഇറങ്ങിക്കൊണ്ട് അടുക്കളയിലേക്ക് ഓടിപ്പോയി. മേശയിൽ നിരന്നു കിടക്കുന്ന അവളുടെ പുസ്തകങ്ങളെല്ലാം സീത ഒതുക്കി ബാഗിൽ വെച്ചുകൊണ്ട് വീണ്ടും ക്ലോക്കിന് നേരെ നോക്കി. സമയം 8 മണി കഴിഞ്ഞു. ഇവനിനിയും വരാത്തത് എന്തേ ആവോ? നാളെ കോളേജുള്ളതാണ്. വന്നപ്പോൾ എറിഞ്ഞുപോയ ബാഗ് അവിടെ തന്നെ കിടപ്പുണ്ട്. വല്ലതും 2 അക്ഷരം പഠിക്കാനുള്ള സമയം മുഴുവൻ കവലയിൽ പോയി ഇരുന്ന് തള്ളിമറിച്ചാൽ ഇവൻ എന്താണ് പരീക്ഷയ്ക്ക് എഴുതി വയ്ക്കാൻ പോകുന്നത്? അവസാന വർഷമാണ്. ആ ചിന്തയെങ്കിലും വേണ്ടേ? സീതയ്ക്ക് ദേഷ്യം വരുന്നുണ്ട്. അവൾ കൈകൾ മേശയിൽ വെച്ച് അതിലേക്ക് ചാരി കിടന്നു. ആ കിടപ്പിൽ ഉറങ്ങിപ്പോയിരുന്നു. ചെവി പൊട്ടും പോലെയുള്ള ശബ്ദം കേട്ടാണ് ചാടി എഴുന്നേറ്റത്. ഇട്ടിരുന്ന ടീഷർട്ടും തലമുടി മുഴുവനും നനഞ്ഞു കുളിച്ചുകൊണ്ട് അർജുൻ വന്ന് വാതിലടച്ച ശബ്ദമാണ് കേട്ടത്. അപ്പോഴും അയവ് വരാത്ത അവൻ്റെ മുഖം. സീത അവനെ ചുഴിഞ്ഞു നോക്കി. മഴ പെയ്യുന്നുണ്ടോ പുറത്ത്? അവൻ ഇത്രയും നനയാൻ? സീതയെ ഒന്ന് നോക്കുക കൂടി ചെയ്യാതെ കസേരയിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് തല തുടച്ചുകൊണ്ട് അർജുൻ നേരെ അടുക്കളയിലേക്കാണ് പോയത്. അവൾ വീണ്ടും അവിടെ തന്നെ ഇരുന്നു. ആരോടുള്ള ദേഷ്യമായി അവൻ്റെ ഓരോ പ്രവൃത്തികളും വലിയ ശബ്ദങ്ങളായി നിലവിളിച്ച് തീരുന്നുണ്ട്. അങ്ങോട്ട് ചെന്നിട്ട് അവൻ്റെ തലക്കിട്ടൊരു കൊട്ടു കൊടുക്കണം. എന്നിട്ട് ഒരു ചവിട്ട് കൊടുത്ത് പുറത്തേക്ക് വലിച്ചിടണം. എന്തൊക്കെയോ തോന്നിയത് സീത വളരെ പണിപ്പെട്ടമർത്തി. അവനിങ്ങോട്ട് വരട്ടെ, അവനെ അങ്ങനെ വിട്ടുകൊടുക്കാനാവില്ലല്ലോ. അടുക്കളയിൽ നിന്നും പാർവതി എന്തോ ചോദിക്കുന്നതും അതിന് അർജുൻ ഉത്തരം പറയുന്നതുമെല്ലാം കാതോർത്തുകൊണ്ട് സീത അവിടെ ഇരുന്നു. പതിവിലും കൂടുതൽ സമയമെടുത്താണ് അർജുൻ പിന്നെ തിരികെ വന്നത്. അപ്പോഴും സീതയെ നോക്കുന്നില്ല. ബാഗോ ബുക്കോ തിരിഞ്ഞു നോക്കാതെ കിടക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. നിനക്ക് നാളെ കോളേജില്ലേ അജു? പരമാവധി ശബ്ദം ശാന്തമാക്കിയാണ് സീത ചോദിച്ചത്. കനപ്പിച്ചൊരു മൂളൽ. അതാണ് ഉത്തരം. പഠിക്കാനൊന്നുമില്ലേ നിനക്ക്? വീണ്ടും സീത ചോദിച്ചു. എനിക്ക് നല്ല ക്ഷീണം, ഒന്ന് കിടക്കട്ടെ. അലസമായ ഉത്തരം. വന്നു കയറി ഒരു ഗ്ലാസ് ചായയും കുടിച്ച് നീ ധൃതിയിൽ ഇറങ്ങിപ്പോയത് കൂലിപ്പണിക്കൊന്നുമല്ലല്ലോ ഇത്രയും ക്ഷീണം തോന്നാൻ. സീത അവൻ്റെ നേരെ നോക്കി ഉറക്കെ ചോദിച്ചു. സീതേച്ചിക്കിപ്പോൾ എന്താ വേണ്ടത്? ആദ്യം അത് പറ. ചുമ്മാ നിന്ന് അതുമിതും പറയാതെ. അർജുൻ സീതയെ നോക്കാതെയാണ് പറയുന്നത്. ഞാൻ പറയുന്നതാണോടാ പ്രശ്നം? നീ ചെയ്യുന്നതെല്ലാം പിന്നെ നല്ലതാണല്ലോ. വളരെ വളരെ നല്ല കാര്യങ്ങൾ. സീതയുടെ ശബ്ദത്തിലെ ശാന്തത കൈവിട്ട് തുടങ്ങിയിരുന്നു. ആ മുഖത്തും ദേഷ്യമാണ്. ഞാനിവിടെ എന്ത് ചെയ്തെന്നാ ഈ പറയുന്നത്? ഇന്ന് ഹരിയേട്ടനും എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു എന്നെ. ഞാൻ ചെയ്യുന്ന തെറ്റെന്താ? ആദ്യം നിങ്ങൾ അതൊന്ന് പറഞ്ഞതാ. അല്ലാതിങ്ങനെ വല്ലവരോടും എൻ്റെ കുറ്റം മാത്രം പറഞ്ഞു നടക്കാതെ. മോശമായി പോയി സീതേച്ചി. നിങ്ങളിൽ നിന്നും ഞാനതൊരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അർജുൻ സീതയുടെ മുന്നിൽ വന്നു നിന്നിട്ട് കിതച്ചുകൊണ്ട് പറഞ്ഞു. സീതയുടെ മുഖത്തൊരു പുച്ഛച്ചിരിയുണ്ടായിരുന്നു അവൻ്റെ സംസാരം കേട്ടപ്പോൾ. നീ ഒരുപാട് മാറിപ്പോയിരിക്കുന്നു അർജുൻ. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ എത്ര വിളിച്ചു പറഞ്ഞാലും ആ തെറ്റുകൾ നിനക്ക് മനസ്സിലാവാൻ പോണില്ല. ഹരി എന്നു മുതലാ നിനക്ക് വല്ലവരുമാവുന്നേ? നിനക്കവൻ പ്രിയപ്പെട്ടവനായിരുന്നു. നിന്റെ ഒരുപാട് ആവശ്യങ്ങൾ അവനെക്കൊണ്ട് നീ നേടിയെടുത്തിട്ടുണ്ട്. അതെല്ലാം നിനക്ക് മറക്കാനായേക്കും. ഞാനത് മറക്കില്ല. അതെന്നല്ല, ഒന്നും അത്ര പെട്ടെന്നൊന്നും സീത മറക്കില്ല. നിന്റെ മനസ്സിൽ നീയിപ്പോൾ വലിയ ആരൊക്കെയോ ആണ്, സീത പറഞ്ഞു. അർജുൻ്റെ മുഖത്ത് അപ്പോഴും നിസ്സംഗതയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഈ വീടിനുള്ളിൽ എന്ത് വേണമെങ്കിലും നടക്കും. ഞങ്ങളെന്തും സഹിക്കുമെന്നുള്ള നിന്റെ ആ മനോഭാവമുണ്ടല്ലോ, അത് മടക്കിയെടുത്ത് ആ റോഡിലെറിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് കയറാൻ. മര്യാദയ്ക്കാണെങ്കിൽ എൻ്റെ അനിയനാണ്. അല്ലെങ്കിൽ തൂക്കിയെടുത്ത് വെളിയിൽ കളയാനും എനിക്കൊരു മടിയുമില്ല. അറിയാലോ നിനക്കെന്നെ. സീത അവൻ്റെ അരികിൽ പോയി നിന്നു. അവളുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു പോയി. ഇത്തിരി ഭക്ഷണം തരുന്നതിൻ്റെ അഹങ്കാരമാവും സീതേച്ചി ഇപ്പോൾ വിളിച്ചു പറയുന്നത്. അർജുൻ ചുണ്ടുകൂട്ടി. അത് നീ നിന്റെ ഇഷ്ടം പോലെ കരുതിക്കോ. എനിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. ഉണ്ണാനും ഉടുക്കാനും തന്നതിൻ്റെ കണക്ക് ഇന്ന് വരെ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പറയുന്നത്
10 വയസ്സ് മുതൽ നിനക്കമ്മ കൂടിയായിരുന്നു ഈ ഞാനും എന്നുള്ള അവകാശത്തോടെയാണ്. ഈ പരിപാടി ഇവിടെ നടക്കില്ല. നടക്കില്ലെന്ന് പറയുമ്പോൾ ഒരിക്കലും നടക്കില്ല. മരിക്കേണ്ടി വന്നാൽ പോലും ഞാനിത് അനുവദിച്ചു തരില്ല. ദേഷ്യം കൊണ്ട് ചുവന്നുപോയ സീതയുടെ മുഖത്തേക്ക് നോക്കാൻ അർജുന് നല്ല പേടിയുണ്ടായിരുന്നു. അവൻ തിരിഞ്ഞു നിന്നിട്ട് കിടക്കാനുള്ള പായ വിരിക്കുന്ന തിരക്ക് അഭിനയിച്ചു. കഴിഞ്ഞ സെമസ്റ്ററിലെ നിന്റെ ഫീസ് അടച്ച കടം ഇന്നും വീട്ടിയിട്ടില്ല മുഴുവനും. വീണ്ടും സീത പറഞ്ഞു. അർജുൻ അവളെ നോക്കിയില്ല. പക്ഷേ പായ നിലത്തിട്ട് വേഗം പോയി ബാഗ് എടുത്തിട്ട് കസേര വലിച്ചിട്ടിരുന്നു. സീതയെ നോക്കാതെ തന്നെ പുസ്തകങ്ങൾ ഓരോന്നും എടുത്തു വെച്ചിട്ട് എഴുതാൻ തുടങ്ങി. അവനെ ഒന്നുകൂടി നോക്കിയിട്ട് സീത അടുക്കളയിലേക്ക് നടന്നു. ലല്ലമോൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് പാർവതി ഇരിപ്പുണ്ട്. സീത ചെന്നപ്പോൾ പാർവതി അവളെ വിഷമത്തോടെ നോക്കി. സീത ചിരിച്ചുകൊണ്ടൊന്ന് കണ്ണടച്ച് കാണിച്ചു. അകത്തെ മുറിയിൽ നിന്നും അപ്പോഴും കല്യാണമ്മയുടെ മുറുമുറുപ്പ് കേട്ടിരുന്നു. സീത മനഃപൂർവ്വം അതിലേക്ക് ചെവി കൊടുത്തില്ല. അത്രമാത്രം കലങ്ങിപ്പോയിരുന്നു അവളുടെ മനസ്സ്. മുത്തശ്ശിയുടെ മുറിയിൽ കണ്ണനുണ്ടാകുമോ എന്നൊരു സംശയമുണ്ടായിരുന്നു സീതയ്ക്ക്. പേടികൊണ്ടൊന്നുമല്ല, അവൻ്റെ ആ ചൊറിച്ചിൽ, അതാണ് സഹിക്കാൻ വയ്യാത്തത്. അവൾക്ക് അത് ഓർക്കുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്. ഇന്ന് അല്പം വൈകിയാണ് വീട്ടിൽ നിന്നും ഇറങ്ങിയത് തന്നെ. ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നപ്പോൾ മനസ്സിൽ മുഴുവനും അജുവിനെക്കുറിച്ചാണ് ഓർത്തത്. എത്രയെത്ര സ്വപ്നങ്ങൾ കണ്ടിരുന്നു സീതാലക്ഷ്മിയും. നടക്കില്ലെന്ന് ഉറപ്പുണ്ടായിട്ടും സ്വപ്നങ്ങൾക്കൊരു പഞ്ഞവുമില്ലായിരുന്നു. അജുവിൻ്റെ പ്രായത്തിലാണ് താനും ജീവിതത്തോട് തോൽക്കാൻ വയ്യെന്ന് വാശി പിടിച്ച് ആഗ്രഹങ്ങളെയും സ്വപ്നങ്ങളെയും വലിച്ചെറിഞ്ഞ് ജോലി തേടി ഇറങ്ങിയത്. ഓർക്കുമ്പോൾ പോലും ഉള്ളു പൊള്ളിക്കുന്ന ആ അനുഭവങ്ങളെ മറന്നിട്ടില്ല ഇന്നും. ചിലതെല്ലാം മറന്നെന്ന് അഭിനയിക്കാനേ കഴിയൂ. ഓർമ്മയുടെ നേർത്തൊരു ചാറ്റൽ മഴ കിട്ടിയാൽ പോലും തഴച്ചു വളരാൻ പാകത്തിന് ഉള്ളിലെവിടെയോ പറ്റിപ്പിടിച്ച് കിടപ്പുണ്ടാവും അവയോരോന്നും. മുൻവശത്തു കൂടി തന്നെ കയറി പോകുമ്പോൾ അവിടെയുണ്ടായിരുന്ന പല മുഖങ്ങൾക്കും അസംതൃപ്തിയുടെ കടുപ്പ് പടരുന്നത് സീത മനഃപൂർവ്വം നോക്കിയില്ല. മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെന്നപ്പോൾ അവർ കിടപ്പാണ്. എന്തേ മുത്തശ്ശി, വയ്യേ? വേവലാതിയോടെ നേരെ അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് നെറ്റിയിൽ തൊട്ടു നോക്കി. പനിയൊന്നുമില്ലല്ലോ, പിന്നെന്താ? സീത വീണ്ടും ചോദിച്ചു. എനിക്കറിയില്ലേ കുട്ടി, ആകെ കൂടി ഒരു സുഖമില്ലായ്മ. ജലദോഷമാണെന്ന് തോന്നുന്നു. തലയൊക്കെ വേദനിക്കുന്നു. അടഞ്ഞുപോയ ശബ്ദത്തിൽ മുത്തശ്ശിയത് പറഞ്ഞത് ശരിവയ്ക്കും പോലെ അതിനു പുറകെ അവർ 3-4 പ്രാവശ്യം തുമ്മി. സാരില്ലാട്ടോ, എഴുന്നേറ്റേ. വല്ലതും കഴിച്ചിട്ട് നമുക്ക് മരുന്ന് കുടിച്ചു നോക്കാം. എന്നിട്ടും കുറവില്ലേ ഡോക്ടറെ വിളിക്കാം. സീത തോളിൽ കിടന്ന ബാഗൂരി മേശയിൽ വെച്ച് വീണ്ടും മുത്തശ്ശിയുടെ അരികിലെത്തി. പതിയെ ഒന്ന് താങ്ങിക്കൊടുത്തു. അവരുടെ കാര്യങ്ങളിൽ മുഴുകിപ്പോയപ്പോൾ അതുവരെയുള്ളത് സീത മറന്നുപോയിരുന്നു. ചായയും കൊടുത്ത് മുത്തശ്ശിക്കുള്ള മരുന്നും എടുത്തു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ചൂളംവിളിയോടെ കണ്ണൻ കയറി വന്നത്. അതുവരെയും സീതയിലുണ്ടായിരുന്ന ശാന്തത ആ ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ ഇല്ലാതായി പോയിരുന്നു. പകരം അന്നേരം വരെയും മനസ്സിൽ നിന്നും മനഃപൂർവ്വം പടിയിറക്കി വിട്ട പലതും തിക്കിത്തിരക്കി ധൃതിയിൽ ഓടി വന്നു. എന്തുപറ്റി മുത്തശ്ശി, വയ്യേ? കണ്ണനും ധൃതിയിൽ പോയി മുത്തശ്ശിയുടെ നെറ്റിയിൽ കൈവച്ചു നോക്കുന്നുണ്ട്. ഒന്നുമില്ലടാ, ചെറിയൊരു ജലദോഷം. മരുന്ന് കഴിച്ചിട്ടുണ്ട്. മുത്തശ്ശി അവൻ്റെ കവിളിൽ കൈ ചേർത്ത് വെച്ചു. ഇളം ചൂടുള്ള ആ കൈയിൽ കണ്ണനും കൈ ചേർത്ത് പിടിച്ചു. മരുന്ന് ബോക്സിൽ ഗുളികകളിട്ട് അടക്കി വയ്ക്കുന്ന സീതയെ കാണാൻ പാളി നോക്കി. അവളതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ചെയ്യുന്ന ജോലിയിലാണ് ശ്രദ്ധ മുഴുവനും. ഇന്നലെ വരെയും യാതൊരു പ്രശ്നവുമില്ലായിരുന്നല്ലോ. പെട്ടെന്ന് എന്താ ഇപ്പോൾ ഒരു ജലദോഷം? നിങ്ങളുടെ ഹോം നേഴ്സ് തീരെ പോരാട്ടോ മുത്തശ്ശി. യാതൊരു ശ്രദ്ധയുമില്ല, ഉത്തരവാദിത്വവുമില്ല. ഇങ്ങനെയാണെങ്കിൽ ആളെ മാറ്റി പുതിയ ആളെ വെക്കേണ്ടി വരുമല്ലോ. കണ്ണൻ സീതയെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടാണ് പറയുന്നത്. മുത്തശ്ശി അവനെ നോക്കി കണ്ണുരുട്ടി കാണിക്കുന്നത് അവൻ ചിരിച്ചുകൊണ്ട് നേരിട്ടു. സീത അവൻ്റെ നേരെ നോക്കി. കണ്ണൻ അല്പം ജാടയിട്ട് മുത്തശ്ശിയെ അന്ന് കാണും പോലെ നോക്കിയിരുന്നു. ഇപ്പോൾ തന്നെ അന്വേഷണം തുടങ്ങിക്കോ, എങ്കിൽ എനിക്ക് പെട്ടെന്ന് വെച്ചൊഴിയാമല്ലോ. സീത അവിടെ തന്നെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് മരുന്ന് ബോക്സ് അലമാരയിലെടുത്ത് വെച്ചു. അപ്പോൾ നീ എന്ത് ചെയ്യും ദുർഗാലക്ഷ്മി? അവളുടെ മറുപടി കേട്ട് ഒന്ന് ഞെട്ടിപ്പോയെങ്കിലും കണ്ണൻ വീണ്ടും ചോദിച്ചു. അത് കിണ്ണൻ അറിയേണ്ട കാര്യമല്ലല്ലോ. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം, അത് വിട്. ഇവിടെ ഇപ്പോൾ നിങ്ങളുടെ മുത്തശ്ശിയെ ഉത്തരവാദിത്വത്തോടെയും ശ്രദ്ധയോടെയും നോക്കാൻ ഒരാളെയാണ് ആവശ്യം. അത് തിരഞ്ഞു കണ്ട് പിടിക്കാദ്യം. കണ്ണനെ നോക്കി അലസമായി ഒന്ന് പുച്ഛിച്ചുകൊണ്ട് സീത പറഞ്ഞിറങ്ങിപ്പോയി. നിൻ്റെ ഒരു കാര്യം, കഷ്ടൻ്റെ കണ്ണാ. ആ കുട്ടിക്ക് സങ്കടമായി കാണും. എത്ര നന്നായാണ് അവളെന്നെ നോക്കുന്നത്. എൻ്റെ മക്കൾ പോലും എന്നെ ഇപ്പോൾ തിരിഞ്ഞു നോക്കാറില്ല. എന്നിട്ടും ഇപ്പോഴും ഇത്ര നന്നായി ഞാൻ ഇരിക്കുന്നുവെങ്കിൽ അത് അവളുടെ കഴിവാണ്, എനിക്ക് തരുന്ന സ്നേഹമാണ്. എന്നിട്ടാണ് നീ അവളോട് പറഞ്ഞത് ശ്രദ്ധയില്ല, ഉത്തരവാദിത്തമില്ല എന്നൊക്കെ. അതിനെത്ര നൊന്ത് കാണും.
മുത്തശ്ശിക്ക് സങ്കടം തീരുന്നില്ല. കണ്ണന് പക്ഷേ ചിരിയാണ്. ആ സ്നേഹം എനിക്കും കൂടി വേണം മുത്തശ്ശി. ആ ശ്രദ്ധ എനിക്ക് കൂടി പകർന്നു തരാൻ പറ മുത്തശ്ശിയുടെ ദുർഗാലക്ഷ്മിയോട്. സീത പോയ വഴിയെ നോക്കി കണ്ണൻ ആർദ്രമായി പറഞ്ഞു. മുത്തശ്ശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് തല കുലുക്കി. അവള് പിണങ്ങട്ടെ മുത്തശ്ശി, ദേഷ്യം കാണിക്കട്ടെ. ദേഷ്യം കാണിക്കാനെങ്കിലും അവൾ എന്നെയൊന്ന് ഓർക്കട്ടെ. എന്നോട് യാതൊരുവിധ വികാരങ്ങളും ഇല്ലാതിരിക്കുന്നതിലും നല്ലതല്ലേ മുത്തശ്ശി ഇത്തിരി ദേഷ്യമെങ്കിലും ഉണ്ടാകുന്നത്. ഒടുവിൽ എല്ലാത്തിനുമപ്പുറം ആ മനസ്സിൽ എന്നോടുള്ള ഇഷ്ടം നിറയട്ടെ. അന്നീ പറയുന്നതിനും വേദനിപ്പിക്കുന്നതിനും എൻ്റെ പ്രണയം കൊണ്ട് ഞാൻ പരിഹാരം ചെയ്തോളാം. അതുവരെയും അവളെന്നെ വെറുക്കുകയാണെങ്കിൽ ഓർത്തിരിക്കാൻ എനിക്ക് വേറെ മാർഗമില്ലല്ലോ. അതുകൊണ്ട് റിയലി സോറി. ഇക്കാര്യത്തിൽ മുത്തശ്ശി ക്ഷമിച്ചേ പറ്റൂ. കണ്ണൻ അവരുടെ കവളിൽ പിടിച്ച് വലിച്ചുകൊണ്ട് പറഞ്ഞു. അവള് നിന്നെ വെളിയിലെടുത്ത് കളയും കണ്ണാ. നിനക്കറിയില്ല ആ പെണ്ണിനെ. മുത്തശ്ശി അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഒന്നും ഉണ്ടാവില്ല, നിങ്ങൾ നോക്കിക്കോ. കണ്ണന് യാതൊരു കൂസലുമില്ലായിരുന്നു. ഞാനേ ആ ദുർഗാലക്ഷ്മിയെ പോയിട്ട് സീതാലക്ഷ്മിയാക്കി വിട്ടേക്കാം. മുത്തശ്ശി കിടന്നു. മുത്തശ്ശിയെ പിടിച്ച് കിടത്തിക്കൊണ്ട് കണ്ണൻ പുറത്തേക്കിറങ്ങി. ആ മുറിയിൽ നിന്നിറങ്ങുമ്പോൾ നീളൻ വരാന്തയാണ്. ഏറ്റവും അറ്റത്തെ ഉരുളൻ തൂണിൽ ചാരി മുന്നിലെ കവുങ്ങിൻ തോട്ടത്തിലേക്ക് നോക്കി നിൽക്കുന്ന സീതയെ കണ്ണൻ സ്നേഹത്തോടെ നോക്കി. പിണങ്ങി നിൽക്കുന്ന കുട്ടികളെ പോലെ. അവൻ അവളോട് വാത്സല്യമാണ് തോന്നിയത്. അവനും അവളുടെ അരികിലേക്ക് ചെന്നു. സീത ചാരി നിൽക്കുന്ന തൂണിൻ്റെ മറുഭാഗത്ത് അവൾ നിൽക്കുന്ന പോലെ നെഞ്ചിൽ കൈകെട്ടി കണ്ണനും നിന്നു. സീതയുടെ മുഖം ഒന്നുകൂടെ വീർക്കുന്നതും ദേഷ്യം കൊണ്ട് ചുവക്കുന്നതും കണ്ണൻ കണ്ടറിഞ്ഞു. അവൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ട്. എത്ര ചെവിയോർത്ത് നിന്നിട്ടും അതെന്താണെന്ന് അവന് കേൾക്കാനായില്ല. നിന്റെ പരിചയത്തിൽ ആരെങ്കിലും ഉണ്ടോ ദുർഗാലക്ഷ്മി പുതിയ ഹോം നേഴ്സായിട്ട് എടുക്കാൻ? ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. വയ്യാത്ത ആളെ വിട്ട് കുഞ്ഞുങ്ങളെപ്പോലെ പിണങ്ങിപ്പോകുന്ന ആളായിരിക്കരുത്. കണ്ണൻ സീതയെ നോക്കി വളരെ കാര്യമായി തന്നെ ചോദിച്ചു. താൻ ഇവിടെ ഉള്ളത് കൊണ്ടല്ലേ ഞാൻ ഇറങ്ങിപ്പോയത്? അവൾ അവൻ്റെ നേരെ തുറച്ചു നോക്കി. അതിന് നീ ഇറങ്ങിപ്പോയതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇനിയൊരു ഹോം നേഴ്സിനെ തേടുമ്പോൾ ഉണ്ടാവേണ്ട ക്വാളിറ്റിയാണ് ദുർഗാലക്ഷ്മി ഞാൻ പറഞ്ഞത്. അത് പറയുമ്പോൾ കണ്ണന് കുറുമ്പായിരുന്നു. സീതയെ ദേഷ്യത്തിൻ്റെ കൊടുമുടി കയറ്റുന്ന ഭാവത്തിൽ അവനങ്ങനെ മുന്നിൽ ചിരിച്ചു നിന്നു. സത്യത്തിൽ എന്താടോ തൻ്റെ പ്രശ്നം? വെറുതെ എൻ്റെ പുറകെ നടന്ന് ചൊറിയാൻ താൻ വല്ല നേർച്ചയെ നേർന്നിട്ടുണ്ടോ? സീത കണ്ണൻ്റെ മുന്നിൽ വന്ന് നിന്നിട്ട് ചോദിച്ചു. അവൻ അപ്പോഴും ചിരിച്ചു. ഇത്രയും ദേഷ്യം കാണിക്കാൻ ഇന്നെന്താ ദുർഗാലക്ഷ്മി നിന്റെ സങ്കടം? അവനും സീതയുടെ കണ്ണിലേക്ക് നോക്കി ചോദിച്ചു. അവൾ ഒരു നിമിഷം ഒന്നും മിണ്ടാതെ അവനെ നോക്കി നിന്നു. അവനും. സീതയാണ് ആദ്യം നോട്ടം മാറ്റിയത്. കണ്ണൻ അപ്പോഴും കുസൃതിയോടെ തൂണിൽ ചാരി നിന്നിട്ട് അവളെ തന്നെ നോക്കി. താൻ അന്ന് വന്നപ്പോൾ ഇവരുടെ മുന്നിൽ ഷോ കാണിക്കാൻ വേണ്ടി എൻ്റെ കഴുത്തിലിട്ടൊരു കുരുക്കില്ലേ, അതിൻ്റെ അവകാശമാണോ മുത്തശ്ശിയുടെ കിണ്ണൻ ഈ കാണിക്കുന്നത്? സീതയുടെ നോട്ടവും ചോദ്യവും കണ്ണന് നേരെ ചെന്നു. അവൻ്റെ ചിരി പതിയെ മാഞ്ഞു. അതങ്ങ് അഴിച്ചു തന്നാൽ മുത്തശ്ശിയുടെ കിണ്ണൻ്റെ പ്രശ്നം തീരുമല്ലോ അല്ലേ? ഞാനും നോക്കിയിരിക്കുകയായിരുന്നു. തരത്തിൽ കിട്ടുമ്പോൾ അഴിച്ചു തരാമെന്ന് കരുതി. സീത ചിരിച്ചുകൊണ്ട് അവനെ നോക്കി. കണ്ണൻ്റെ മുഖത്ത് നിറയെ ഗൗരവമാണ് അപ്പോഴുള്ളത്. എനിക്കിനി അത് വേണ്ട. അഴിച്ചു വാങ്ങാനല്ല കിരൺ അത് നിനക്ക് നൽകിയത്. കണ്ണൻ്റെ സ്വരം വല്ലാതെ മുറുകി. സീത വീണ്ടും ചിരിച്ചു. വേണ്ടേ? ഇതായിപ്പോൾ നന്നായേ. ഇയാളുടെ മാലയല്ലേ? അന്ന് നടന്നതെന്താണെന്ന് എല്ലാവർക്കും ബോധ്യമായില്ലേ? മുത്തശ്ശിയുടെ കിണ്ണൻ വരുമ്പോൾ നേരിട്ട് തരാമല്ലോ എന്ന് കരുതിയാണ് ഇത്രയും നാളത് ഞാൻ സൂക്ഷിച്ചുകൊണ്ട് നടന്നത്. ഇനിയത് തിരിച്ചു വാങ്ങിയേ പറ്റൂ. എനിക്കതിൻ്റെ ആവശ്യമില്ല. സീതയും കടുപ്പത്തിൽ തന്നെ പറഞ്ഞു. മാത്രമല്ല, മുത്തശ്ശിയെ നോക്കാൻ പുതിയ ആളെ തപ്പി നടക്കുന്ന സ്ഥിതിക്ക് എനിക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു പോകേണ്ടി വരില്ലേ? പിന്നെ എങ്ങനെ ഞാനിത് തിരികെ തരും? സീത കഴുത്തിൽ കിടക്കുന്ന മാല ഊരിയെടുക്കാൻ വേണ്ടി കൈ ഉയർത്തി. നിനക്കെന്താ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അതെപ്പോ തിരിച്ചു വാങ്ങണമെന്ന് എനിക്ക് ശരിക്കറിയാം. നിന്റെ സമ്മതം ചോദിച്ചിട്ടല്ലല്ലോ ഞാൻ നിനക്കത് നൽകിയത്. അപ്പോൾ പിന്നെ അതെൻ്റെ മാത്രം അവകാശമാണ് എപ്പോൾ ഊരിയെടുക്കണമെന്നത്. അതിലെങ്ങാനും തൊട്ടാ നീണ്ടിയ കൈ ഞാൻ വെട്ടും. പറഞ്ഞില്ലാന്ന് വേണ്ട. കണ്ണൻ ദേഷ്യത്തോടെ പറഞ്ഞത് കേട്ടപ്പോൾ സീത ശരിക്കും ഞെട്ടിപ്പോയിരുന്നു. അതുവരെയും കുസൃതി ചിരിയോടെ നിന്ന അവൻ എത്ര പെട്ടെന്നാണ് ഭാവം മാറിയത്. എന്നാലും ഈ കിണ്ണനത് എന്തിനാണ് അവ ഇത്രയും ദേഷ്യം കാണിക്കുന്നത്? അന്ന് അവിടെ നടന്നൊരു ചതിയുടെ ഫലമായി അവനങ്ങനെ ചെയ്യേണ്ടി വന്നു. പക്ഷേ നടന്നതെല്ലാം വ്യക്തമായ സ്ഥിതിക്ക് ഇത് തിരികെ വാങ്ങുകയല്ലേ വേണ്ടത്? 3-4 പവൻ വരുന്ന അവൻ്റെ മാല ഒരു ഭാരം പോലെ കഴുത്തിൽ തൂങ്ങിക്കിടക്കുന്നത്. അർഹതയില്ലാത്തത് സ്വീകരിച്ചെന്ന കുറ്റബോധം വേറെയും. സീതയ്ക്ക് വല്ലാതെ വീർപ്പ് മുട്ടി.
ആ മാലയോരി അവനെ ഏൽപ്പിക്കണമെന്ന് തന്നെയാണ് അപ്പോഴും അവളുടെ മനസ്സിൽ. അവൻ വരാനായി കാത്തിരുന്നത് അതിനുവേണ്ടിയാണ്. അത് ഈ കിണ്ണനോട് പറയാൻ അവൾക്കെന്തോ പേടി തോന്നിയപ്പോൾ അത്രമാത്രം കലിപ്പിടേണ്ട കാര്യം എന്താണ് എന്ന് മാത്രം അവൾക്ക് മനസ്സിലായില്ല. ഇനി ഒരിക്കൽ കൂടി എന്നോടിത് പറഞ്ഞു വന്ന നീ വിവരമറിയും, മറക്കണ്ട. സീതയുടെ നേരെ വിരൽ ചൂണ്ടി അങ്ങനെ പറഞ്ഞ് ദേഷ്യത്തോടെ നടന്നു പോകുന്ന അവനെ സീത പകച്ചു നോക്കി.